അദ്ദേഹം പറഞ്ഞ നമ്മുടെ ഈ പരിസരത്തുള്ള സാരി തന്നെയാണ്. പച്ച കളവുകൾ അവിടെ വെച്ച് പറയാണ്. ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം മുഹമ്മദ് ഷാ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം കെ അബ്ദുൽ കരീം എഴുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട്. ആ ഭാഗം ഒന്ന് കണ്ടു. ഇത് കൊണ്ടോട്ടിയൂർ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറയുന്നവര് എഴുതിയ ഹസ്രത്ത് മുഹമ്മദ് ഷാ തങ്ങൾ എന്ന് പറയുന്ന ഇത് ചരിത്രകാരനാണ്. ഇതിന് ആർക്കും തർക്കമുണ്ടാവില്ല. ഇതിൽ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് ഇതിന്റെ 24-25 പേജിലൊക്കെ കാണാം. അപ്പൊ അത് അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് ഇപ്പൊ കണങ്ങള് SYSന്റെ ആധികാരിക മുഖാമുഖം സുന്നി പേരിൽ ശ്രദ്ധിക്കുക, ജനങ്ങളെ വിളിച്ചുകൂട്ടി ഒരു പണ്ഡിതൻ പച്ച മലയാള പുസ്തകം ഹസ്രത്ത് മുഹമ്മദ് ഷാ തങ്ങൾ കെ മുഹമ്മദ് അബ്ദുൽ കരീം ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 24-25 പേജിൽ മുഹമ്മദ് ഷാ തങ്ങളുടെ അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ പിഴവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ചരിത്രകാരനാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുപ്പര് ശരിയില്ല നമ്മൾ പറയുന്നത്. പച്ചയായി പറയണം. ഈ സാദിയോടൊക്കെ എന്ത് പറയണമെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. 24-25 പേജ് മലയാള പുസ്തകം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഇത് തരാം. 24-25 അല്ലെങ്കിൽ ഇതിന് മറ്റു പേജുകളിൽ മുഹമ്മദ് ഷാ തങ്ങൾ ശരിയില്ലാന്നും അദ്ദേഹത്തിന് കുറെ പേച്ച ആശയമുണ്ടെന്നൊക്കെ പറയുന്ന എന്തെങ്കിലും ഒരു വരി 24-25 ദേ പെഞ്ചാണ് ഇതിൽ തെളിയിച്ചാൽ 16 റുപ്യാണ് ഇപ്പൊ തരാം. നമുക്ക് ആർക്കും നോക്കാം, പുസ്തകം പറയണം. അങ്ങനെ ഒരു സംഭവമല്ല എന്ന് മാത്രമല്ല, ഈ സംഭവത്തിൽ 24-ാം പേജിൽ ഈ പുസ്തകം തന്നെ മുഹമ്മദ് ഷാ തങ്ങൾ മദ്ഹ് എഴുതിയ പുസ്തകം, ബഹുമാനപ്പെട്ടവരുടെ കറാമത്തും സംഭവങ്ങൾ പറയുന്ന പുസ്തകമാണ്. പിന്നെ 24-ാമത്തെ പേജിൽ തങ്ങളടുത്തുണ്ടായ പ്രധാനപ്പെട്ട കറാമത്ത് വിവരിക്കുന്നു. പിന്നീട് സയ്യിദ് ഷാ ഷെയ്ഖ് ജിഫ്രിയും മുഹമ്മദ് ഷാ തങ്ങളും ഷെയ്ഖ് ജിഫ്രി തങ്ങളും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പലരും പറയുന്ന ആ വിഷയങ്ങൾ പരാമർശിക്കുകയാണ്. അവസാനം പറയുകയാണ്, ഷെയ്ഖ് സയ്യിദ് ജിഫ്രിയും ഷെയ്ഖ് മുഹമ്മദ് ഷാഹും വ്യത്യസ്ത വീക്ഷണഗതിയോടുകൂടി ഒരു കാലത്ത് ദീനീ നവോത്ഥാനത്തിന്റെ കാഹളം തളരാതെ വിളിച്ചവരായിരുന്നുവെന്ന് ചരിത്രം മനസ്സിലാക്കി തരുന്നു. അവർ രണ്ടുപേരെയും ആദരിക്കേണ്ടത് നമ്മുടെ ധാർമ്മിക കർത്തവ്യമാകുന്നു. നോക്കൂ നിങ്ങൾ, അവരെ ബഹുമാനിക്കണമെന്ന് എഴുതിയ പേജ് എടുത്തിട്ടാണ് ഈ സാദി അദ്ദേഹമൊക്കെ താടി നനച്ചു തുടങ്ങി. SYSന്റെ മുഖാമുഖം പറഞ്ഞ് പച്ചയായ കളവ്, ശുദ്ധമായ കളവാണ്, ആരോപണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു അറബി കിതാബിൽ മഹാനായ ഷെയ്ഖ് ജിഫ്രി തങ്ങളെ കെൻസുൽ ബറാഹീനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമാണ്. واعتقادهم الذين ظهروا بآخر القرن الثاني عشر بحرب المليبار ممن عن الدين الحنيفي وهم قوم أتاهم في آخر القرن المذكور فقير فاشتهر بهذا الاعتقاد من دون نكير എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് وذلك المحل الفاسد والرجل محل الفاسد والرجل هو الفقير المعاند لله فيما يقول ومخالف لما هو عن الرسول صلى الله عليه وسلم مقبول. നബിതങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതും ദീനിൽ സ്ഥിരപ്പെട്ടതുമായ അഖീദയ്ക്ക് വിരുദ്ധം ചെയ്യുന്ന ഫാസിദായ ഫഖീറായ റജുലു എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിന്റെ പേരും പറയുന്നത്. ഞാൻ ആ പേര് വീണ്ടും പറയാത്തത് കൊണ്ടാണ്. അപ്പൊ കെൻസുൽ ബറാഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റിച്ചിറയിൽ അന്തിറങ്ങുന്ന ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ കിതാബാണ്. ഈ കിതാബിനെ കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞു കേട്ടെന്നറിയോ, ജിഫ്രി തങ്ങൾ മുഹമ്മദ് ഷാ തങ്ങളെ വിമർശിക്കാനാക്കി അതിന് പ്രത്യേക എഴുതിക്കൊണ്ടൊരു കിതാബാന്ന് മനസ്സിലാവും. സംഭവത്തിൽ എന്താണ്, ആ കിതാബ് ഒരുപാട് മഹാന്മാരെ ചരിത്രം പറയുന്ന കിതാബാണ്. വളരെ സുന്ദരമായ കിതാബ്. ആ കെൻസുൽ ബറാഹിന്റെ എതിരാണ് ഇപ്പൊ നിങ്ങളുടെ സമീപനം. അള്ളാഹുവിന്റെ റസൂലിന്റെ യാഫൂറിന്റെ ചരിത്രം വിശദമായി പറഞ്ഞ കിതാബാണ്. ഏത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട കൈതന്റെ ചരിത്രം. ആ ചരിത്രം എന്ന് പറയാൻ പാടില്ല എന്നാണ് നിങ്ങൾ ഈ കിതാബ് എഴുതിക്കുന്നത്. അങ്ങനെയുള്ള വളരെ വിശദമായ ആ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഇപ്പൊ എന്താ പറയുക, മുഹമ്മദ് ഷാ തങ്ങളുടെ പേര് പരാമർശിച്ചുകൊണ്ട് മുമ്പ് വിമർശിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ വിശദമായി പറയണില്ല. അദ്ദേഹം ഈ വാർത്തകൾ വായിച്ചിട്ട് ഉസ്താദുമാർ നേർക്കുനേരെ ഇരുന്നിട്ട് ചർച്ച ചെയ്യാം. പക്ഷേ ആ കിതാബിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്ന് പരിശോധിച്ചിട്ട് അതിൽ മുഹമ്മദ് ഷാ എന്നുള്ള ഒരു വാക്ക് തെളിയിക്കാൻ കുട്ടുകരെ സാധിക്കല്ല, ഒരൊറ്റ കുട്ടിക്കും സാധ്യമല്ല. വളരെ കളവ്, ശുദ്ധമായ കളവ്, പച്ച കളവ് പറയാണ്. അതിന് വേക്കിൽ ആ പേര് പറഞ്ഞിട്ട് അങ്ങനെ സംഭവമല്ല. അതേ സമയത്ത് ഈ ഗ്രന്ഥത്തിൽ പിഴച്ച ആശയമുള്ള പല കക്ഷികളെയും വിമർശിക്കുന്നുണ്ട്. അത് നമ്മുടെ മലബാറിലുള്ളവരെ വിമർശിക്കുന്നുണ്ട്, മലബാറിന് പുറത്തുള്ളവരെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശിക്കപ്പെട്ട കക്ഷി ഏത് എന്നുള്ളതാണ് അത് മനസ്സിലാക്കാതെ അതെല്ലാം മുഹമ്മദ് ഷാ തങ്ങളുടെ പേരിലേക്ക് ചുമത്തുകയാണ്. ഇതിൽ ഏതോ ഭാഗത്ത് കൊണ്ടോട്ടി എന്നൊരു വാക്കുകൾ കണ്ട് അപ്പൊ കിട്ടി. എന്നാൽ അതിന്റെ അപ്പുറത്തെ കോഴിക്കോട് വേറെ പറയുന്നുണ്ട്. ഇതേ കിതാബിൽ പറയുന്നുണ്ട് കൊണ്ടോട്ടി എന്ന് പറയുമ്പോൾ ഷിയാക്കൾ എന്ന് പറഞ്ഞ് ഷിയാക്കളോട് ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടോട്ടി ഉണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു, അത് പല ഭാഗത്തുണ്ടായിരുന്നു. ഇതേ ഗ്രന്ഥത്തിൽ തന്നെ കാണാൻ കെൻസുൽ ബറാഹീനിൽ കോഴിക്കോടുണ്ടായ ഷിയാക്കളുടെ ആഘോഷത്തിനെതിരിൽ കെൻസുൽ ബറാഹീനിൽ ബഹുമാനപ്പെട്ടവർ സംസാരിക്കുന്നുണ്ട്. അവിടെ ബൈത്തിട്ടി കാലിക്കൂത്ത് എന്ന് പറയുന്നത്. അതുപോലെ കൊണ്ടോട്ടിയിലുള്ള ചില ഷിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറഞ്ഞപ്പോൾ കുന്തോത്തി എന്ന് അവിടെ പറഞ്ഞു. അത് മുഹമ്മദ് ഷാ തങ്ങളുമായി ബന്ധമില്ല. കാരണം ഈ കിതാബിൽ കാണാം ഈ പറയപ്പെട്ട കക്ഷികൾ അദ്ദേഹം വായിച്ചതിന്റെ ബാക്കിൽ കാണാം എന്തായിരുന്നു അവരുടെ പരിപാടി. ആണോ വലിദാലിക ഉല്ലിഖത്ത് മസാജിദുൽ മുസ്ലിമീൻ, പള്ളികളൊക്കെ അടക്കണ പണിയായിരുന്നു അവരെ കൊണ്ടുണ്ടായിരുന്നത്. സാജിദീൻ, ഒരാളെ നിസ്കരിക്കാനായി സമ്മതിക്കൂല, അവരെ ആക്രമിക്കുന്നവരായിരുന്നു. പള്ളിയിൽ കാഷ്ടിച്ചു വെക്കുന്ന ആളുകൾ, അവിടെ വേണ്ടാത്തരം ചെയ്യുന്ന ആളുകൾ, പള്ളിയിൽ നായനെ കടത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞ് ഏതോ ദുഷിച്ചൊരു ടീമിനെ പറയാണ്. അതേ സമയത്ത് കൊണ്ടോട്ടി തങ്ങന്മാർക്ക് ഇതൊരു ബന്ധമുണ്ടോ? കൊണ്ടോട്ടി മശായിഖന്മാർ സ്ഥാപിച്ച പള്ളിയാണ് ഇവിടെ തക്കിയേക്കുള്ള പള്ളി. അവർക്ക് അദ്ദേഹം പോയി പറയുന്നുണ്ട് എത്ര പള്ളികൾ സ്ഥാപിച്ചവരാണ് അവർ. ഇവിടെയുള്ള പള്ളി അതേപോലെ പുള്ളിയാക്കുറിശി എന്ന് പറയപ്പെട്ട പള്ളിയാണ്. അതുപോലെ കട്ടുപ്പാറയുള്ള പള്ളി, വേറെയും നമ്മുടെ ഈ പരിസരത്തുള്ള ഒരുപാട് പള്ളികൾ ഇവിടെ ഇന്നും
കൊണ്ടോട്ടി തങ്ങന്മാരെ കീഴിലാണ് ഇവിടുത്തെ സുഹദാ പള്ളി നിലകൊള്ളുന്നത്. പള്ളി പരിപാലനവും ആ പള്ളിക്ക് വേണ്ടി വഖഫ് ഭൂമികളും നൽകിയവരാണ് കൊണ്ടോട്ടി തങ്ങന്മാർ. അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല. അതേ സമയത്ത് അവിടെ പറഞ്ഞ കോട്ടി മാറ്റി അതാണ് മുഴുവൻ വായിക്കുന്നില്ല. മുഴുവൻ വായിച്ചാൽ നിങ്ങളെ കള്ളി പൊളിയും. അപ്പൊ അറബി കിതാബിലും മലയാള ഗ്രന്ഥത്തിലും പച്ചയായ ദുർവ്യാഖ്യാനം നടത്തി കളവ് പറഞ്ഞതാണ്. ഇനി നോക്കൂ, നിങ്ങൾ വേറെ ഒരാൾ സാന്ദർഭികമായി പറയാണ്. അദ്ദേഹം കൊണ്ടോട്ടി തങ്ങന്മാരെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞ് അവരൊരു പാട്ട് പാടാറുണ്ട്. അദ്ദേഹം തന്നെ പറയട്ടെ. ഈ കൊണ്ടോട്ടിക്കാരെന്ന് പറഞ്ഞിട്ട് കുറെ കാക്കമാരൊന്നും തങ്ങന്മാരൊന്നും ബോംബെ എന്ന് പറഞ്ഞ ഷിയാക്കളാണ്. അവര് ബ്രിട്ടീഷുകാരുമായി ബ്രിട്ടീഷുകാരുടെ ഒറ്റയാരായി അവരുടെ